ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശങ്കരേട്ടൻ ശാരികയുടെ ഹോട്ടലിൽ നിന്നും ആഹാരം കഴിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നതാണ്. ശങ്കരേട്ടൻ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ ശങ്കരേട്ടന് നേരെ പാഞ്ഞെടുക്കുകയാണ് ബാലേന്ദ്രൻ. അതെ, കുടുംബശ്രീയിലെ ഇലനക്കിപ്പട്ടികൾക്കൊന്നും ഇവിടെ ഭക്ഷണമില്ലെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ശങ്കരേട്ടനെ നന്നായിട്ട് പെരുമാറുകയാണ്. തുടർന്ന് ശങ്കരേട്ടനെ താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. ഇത് കാണുന്ന ശാരിക ബാലചന്ദ്രനെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, ആ ഹോട്ടലിൽ കയറുന്നവര് ഇവിടെ കയറരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഒരു ഈച്ച പോലും വന്നിട്ടില്ല. എന്താണെങ്കിലും ബാലേട്ടൻ അങ്ങനെ ചെയ്തത് മോശമായി പോയെന്ന് ശാരിക പറയുമ്പോ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ വണ്ടിയും എടുത്തുകൊണ്ട് പോവുകയാണ് ബാലേന്ദ്രൻ. തുടർന്ന് രാജയും ശാന്തയും ചേർന്ന് ശങ്കരേട്ടനെ എഴുന്നേൽപ്പിച്ചിട്ട് കുടുംബശ്രീയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്നും വിശപ്പെല്ലാം പോയി വയറ് നിറഞ്ഞെന്നും പറഞ്ഞ് ശങ്കരേട്ടൻ അവിടെ നിന്ന് വിഷമത്തോടെ പോവുകയാണ്. ഈ കാഴ്ച കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ആൻ്റപ്പനോട് ഭാമ പറയുകയാണ്, ഒരാഴ്ചത്തെ സാവകാശം പറഞ്ഞതുകൊണ്ട് മാത്രമാ ആൻ്റപ്പന് ഞാൻ പണം തന്നത്. നിർധനരായ യുവതികളുടെ വിവാഹം നടത്താൻ വെച്ചിരുന്ന പണമാണത്. ഒന്നും രണ്ടുമല്ല, 5 കോടിയാ ഞാൻ തന്നത്. ഇത് കേൾക്കുന്ന ആൻ്റപ്പൻ പറയുകയാണ്, ഈ 5 കോടി 5 കോടി എന്ന് എടുത്തു പറയുന്നത് എന്തിനാ? എനിക്കറിയാം ഞാൻ എത്രയാ വാങ്ങിച്ചതെന്ന്. പണം വാങ്ങാൻ വന്നപ്പോൾ ആൻ്റപ്പൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ സംസാരിച്ചത്. ഇരിക്കാൻ പറഞ്ഞിട്ട് ആൻ്റപ്പൻ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നല്ലോ എന്നൊക്കെ ഭാമ പറയുമ്പോൾ കാലിൻ്റെ മേൽ കാൽ കയറ്റി വെച്ചിരിക്കുകയാണ് ആൻ്റപ്പൻ. പലിശയ്ക്ക് കൊടുക്കുമ്പോൾ ദിവസവും പലിശ കൊണ്ടുതരുന്നവരുടെ കൂട്ടത്തിലൊന്നും ഈ ആൻ്റപ്പനെ പെടുത്തണ്ട. ഈ ആൻ്റപ്പനെ ഒരു ബിസിനസ്സുകാരനാ. ഇത് കേൾക്കുന്ന ഭാമ ദേഷ്യത്തോടെ പറയുകയാണ്, ഛീ, എഴുന്നേൽക്കട അവിടുന്ന്. നീയേ ഈ സത്യഭാമയുടെ അടുത്ത് കളിയൊന്നും കൊണ്ട് വരണ്ട. നിന്നെ ഞാൻ കളി പഠിപ്പിക്കും. ആവശ്യ സമയത്ത് നിങ്ങൾ പണം തന്നല്ലോ എന്ന് കരുതിയാ നിങ്ങൾ വിളിച്ചപ്പോൾ വരാനുള്ള മര്യാദ ഞാൻ കാണിച്ചത്. ഗുണ്ടായിസത്തിന്റെ പരിപ്പും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിലേ അത് ആൻ്റപ്പൻ്റെ ചട്ടിയില് വേഗില്ല സത്യാമേ. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ആ പണം ഇനി നിങ്ങൾ സ്വപ്നത്തിൽ മാത്രം കണ്ടാൽ മതി. ഈ ആൻ്റപ്പൻ അത് തിരിച്ചു തരാൻ പോകുന്നില്ല. ആൻ്റപ്പൻ്റെ കയ്യിൽ നിന്നും ആ പണം മേടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് മേടിച്ചെടുക്കുന്ന ആൻ്റപ്പൻ ഭാമയെ വെല്ലുവിളിക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. വിഷ്ണുവിനെ കണ്ടയുടൻ സത്യഭാമ ആൻ്റപ്പനോട് ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇടപാടെല്ലാം തീർന്നെന്ന് പറഞ്ഞ് ആൻ്റപ്പൻ അവിടെ നിന്നിറങ്ങുന്നു. തുടർന്ന് വിഷ്ണു ഭാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭാമ പറയുകയാണ്, അത് പിന്നെ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നിർധനരായ യുവതികളുടെ വിവാഹം നടത്തുന്നുണ്ട്. അതിന്റെ ചർച്ചയ്ക്ക് വേണ്ടി വന്നതാ. ഇത് കേൾക്കുന്ന വിഷ്ണു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ചെല്ലുമ്പോൾ ആൻ്റപ്പൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. അത് പിന്നെ സത്യഭാമയുടെ വീട്ടില് ചെറിയൊരു പ്രശ്നം, അതൊക്കെ ഞാൻ തീർത്തു. അത്രയും പറഞ്ഞ് അയാൾ പുച്ഛത്തോടെ വിഷ്ണുവിനെ നോക്കി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രീതി കുഞ്ഞിനെ കുളിപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ശാലിനി പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടിച്ചെന്ന് പ്രീതിയോട് ചോദിക്കുകയാണ്, നീ ഇപ്പോഴാണോ കുഞ്ഞിനെ കുളിപ്പിച്ചത്? ആരെങ്കിലും നട്ടുച്ചയ്ക്ക് കുഞ്ഞിനെ കുളിപ്പിക്കുമോ? കുഞ്ഞിന് തലനീരിറങ്ങില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രീതിയെ ശകാരിക്കുകയാണ് ശാലിനി. നീയേ പോയി രാസ്നാദി എടുത്തോണ്ട് വാ. അതിവിടെ ഇല്ലല്ലോ ശാലിനി എന്ന് പ്രീതി പറയുമ്പോൾ എവിടെന്നെങ്കിലും കൊണ്ടുവരാൻ അധികാരത്തോടെ പറയുകയാണ് ശാലിനി. തുടർന്ന് പ്രീതി പുറത്തേക്ക് പോകുമ്പോൾ സുസ്മിത അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അല്ല, നീ പ്രീതിയോട് അധികാരത്തോടെയൊക്കെ സംസാരിക്കുന്നത് കണ്ടല്ലോ. നീ അതിന് ഈ വീട്ടിലെ ആരാ? അതെ, അവളുടെ കൊച്ചാണ്. നീ ആദ്യം വിഷ്ണുവേട്ടന്റെ സ്വത്ത് മോഹിച്ച് വിഷ്ണുവേട്ടന്റെ തലയിൽ കയറി. ഇപ്പോഴിതാ കുഞ്ഞിന്റെ മറവ് പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറാൻ നോക്കുക. നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് ശാലിനിയെ പരിഹസിച്ചിട്ട് സുസ്മിത അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് പ്രീതി രാജ്ഞാതിയുമായിട്ട് വരുമ്പോൾ ശാലിനി പറയുകയാണ്, നീ തന്നെ ഇട്ടുകൊടുത്താൽ മതി, ഞാൻ പോവുക. അങ്ങനെ ശാലിനി അവിടെ മാറി നിന്ന് കരയുന്ന കാണുമ്പോൾ പ്രീതി ചോദിക്കുകയാണ്, എന്താ, എന്തു പറ്റി? സുസ്മിത നിന്നെ വല്ലതും പറഞ്ഞോ? അത് പിന്നെ പ്രീതി എന്നോട് ക്ഷമിക്കണം. ഞാൻ കുഞ്ഞിനോട് അധികാരത്തോടെയൊക്കെ സംസാരിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നിയോ? എൻ്റെ ശാലിനി, ആ സുസ്മിത നിന്നോട് ഓരോന്ന് പറഞ്ഞതാണോ? നീ എനിക്കെൻ്റെ സഹോദരിയാണ്. ഈ കുഞ്ഞിനെ വളർത്താനും തല്ലാനും കൊല്ലാനും ഒക്കെയുള്ള അവകാശം നിനക്ക് മാത്രമേ ഉള്ളൂ. നീയും ശാരദാമ്മയും ഒക്കെ കാരണമാ എൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അത്രയും പറഞ്ഞ് പ്രീതി കുഞ്ഞിനെ ശാലിനിക്ക് കൊടുക്കുകയാണ്. സന്തോഷത്തോടെ കുഞ്ഞിനെ ഉമ്മവയ്ക്കുന്ന ശാലിനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.